നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ കളർ തിയറി ആൻഡ് ആപ്ലിക്കേഷനാണ്. ഫസ്റ്റ് ടോപ്പിക് ദ കളർ വീൽ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി കളേഴ്സ് ആണ്. കളർ വീൽ എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഡയഗ്രാം ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ടൂൾ ഫോർ ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് കളർ മിക്സിംഗ് ആൻഡ് ക്രിയേറ്റ് കളർ സ്കീംസ്. പ്രൈമറി കളേഴ്സ് വരുന്നുണ്ട്, സെക്കൻഡറി കളേഴ്സ് വരുന്നുണ്ട്, ടെറിഷറി കളേഴ്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈമറി കളേഴ്സ് ആണ്. എന്താണ് പ്രൈമറി കളേഴ്സ് എന്ന് നോക്കാം. പ്രൈമറി കളേഴ്സ് റെഡ്, ബ്ലൂ, യെല്ലോ. Primary colors are the three fundamental hues from which all other colors are created and cannot be formed by mixing any other colors. Red, blue, yellow. These are the base color. They cannot be created by mixing other colors. Primary colors എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ, യെല്ലോ ആണ്. ഇത് മറ്റു കളറുമായിട്ട് മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത കളേഴ്സാണ് ഈ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. പ്രൈമറി കളേഴ്സ് ഡിസൈനിങ്ങിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു അറ്റൻഷൻ ഗ്രാബിങ്ങിനും അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാനും. ദേ ആർ യൂസ്ഡ് ഇൻ ബ്രാൻഡിങ് ആൻഡ് ലോഗോസ് ഫോർ ഇമ്പാക്റ്റ് ആൻഡ് ഡിസൈനർ ക്യാൻ പെയർ ദം വിത്ത് സെക്കൻഡറി ഓർ ടെറിട്ടറി കളർ ടു ക്രിയേറ്റ് ബാലൻസ് ആൻഡ് കോൺട്രാസ്റ്റ് ഇൻ എ ഡിസൈൻ. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി കളറാണ്. നേരത്തെ പറഞ്ഞു മറ്റു കളറുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്രൈമറി കളറ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ പ്രൈമറി കളർ യൂസ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡറി കളേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി കളേഴ്സ് ആർ ദ റിസൾട്ട് ഓഫ് മിക്സിംഗ് ടു പ്രൈമറി കളേഴ്സ് ടുഗദർ ഇൻ ഈക്വൽ പാർട്സ് മെയ്ഡ് ബൈ മിക്സിംഗ് ടു പ്രൈമറീസ്. രണ്ട് പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, റെഡും യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ ഓറഞ്ച് കളർ ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ ഗ്രീൻ. ഇങ്ങനെ രണ്ട് പ്രൈമറി കളർ മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന കളേഴ്സാണ് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി സെക്കൻഡറി കളേഴ്സ് ഇവോക്ക് ഡിഫറെൻറ്റ് ഇമോഷൻസ്. ഫോർ എക്സാമ്പിൾ, orange is for energy, green for nature and purple for luxury. എലമെൻസിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി സെക്കൻഡറി കളേഴ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബട്ടൺസ്, ഐക്കൺസ്, ഹെഡ്ലൈൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് ഡിസൈനിങ്ങിൽ സെക്കൻഡറി കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ടെറിഷറി കളേഴ്സാണ്. മിക്സിംഗ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കളേഴ്സ്. പ്രൈമറി കളേഴ്സും അതുപോലെ തന്നെ സെക്കൻഡറി കളറും കൂടെ മിക്സ് ചെയ്ത് വരുന്നതിനെയാണ് ടെറിഷറി കളേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൈമറി കളറായിട്ടുള്ള റെഡും അതുപോലെ തന്നെ സെക്കൻഡറി കളറായിട്ടുള്ള ഓറഞ്ചും മിക്സ് ചെയ്ത് വരുന്ന കളേഴ്സ്. യെല്ലോയും ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോ ഗ്രീൻ, ബ്ലൂ ഗ്രീൻ, റെഡ് പർപ്പിൾ, ഇങ്ങനെ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും കൂടെ മിക്സ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന കളേഴ്സിനെയാണ് ടെറിഷറി കളേഴ്സ് എന്ന് പറയുന്നത്. ഡിസൈനിങ്ങിൽ ടെറിഷറി കളേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു സ്മൂത്ത് ഗ്രേഡിയൻസിന് വേണ്ടിയിട്ടും ഒരു ഡെപ്തും ബാലൻസും ഈ ടെറിഷറി കളേഴ്സിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എനർജി ബിൽഡ് ചെയ്യാൻ ബൈ കമ്പൈനിങ് എ ടെറിഷറി കളർ വിത്ത് ഇറ്റ്സ് പ്രൈമറി ബേസ്. ഡിസൈനേഴ്സ് ക്യാൻ ക്രിയേറ്റ് എ വാം ആൻഡ് എനർജിക് ഫീൽ. ഒരു എനർജിക് ഫീൽ ക്രിയേറ്റ് ചെയ്യാനും ഈ ടെറിഷറി കളേഴ്സിനെ കൊണ്ട് സാധിക്കും. മൂവ് ഓൺ ദ നെക്സ്റ്റ് ടോപ്പിക്, കളർ സൈക്കോളജി ആൻഡ് മീനിങ്. Color psychology is the study of how colors affect human emotions, behaviors, and decision making. It's based on factors like culture, gender, and age. For example, red is often associated with passion or anger, while blue is likened to feeling of calmness or sadness. Color psychology എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഹൗ കളേഴ്സ് അഫക്റ്റ് അവർ ഇമോഷൻസ്, ബിഹേവിയർ ആൻഡ് പെർസ്പെക്റ്റീവ്സ്. ആൻഡ് ഓരോ കളേഴ്സും ഓരോ മീനിങ് ക്യാരി ചെയ്യുന്നുണ്ട് ആൻഡ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹൗ വി ഫീൽ. ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഏജ് മേ ലൈക്ക് ഓർ റെസ്പോണ്ട് ടു കളർ ഡിഫറെൻ്റ്ലി. ഇപ്പോൾ ചിൽഡ്രൻ ആയാലും അഡൾട്ട് ആയാലും ഒക്കെ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും.
ചിൽഡ്രന് കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ബ്രൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള റെഡ്, യെല്ലോ ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള ഡിസൈനിൽ യൂസ് ചെയ്യുക. ചിൽഡ്രന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബുക്സ് ആയിക്കോട്ടെ, ഇതിലൊക്കെ കൂടുതലും ബ്രൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അഡൾട്ടിന് കൂടുതലും യൂസ് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് സോഫ്റ്റർ ഓർ ഡാർക്ക് ടോണിലുള്ള കളേഴ്സ് ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ജെൻഡർ വൈസ് നോക്കുകയാണെങ്കിൽ മെന്നാണേലും വുമണ്ണായാലും ഡിഫറെൻറ്റ് കളേഴ്സാണ് പ്രിഫർ ചെയ്യപ്പെടുന്നത്. നമ്മൾ പൊതുവെ കേട്ടുവരുന്നതനുസരിച്ച് വുമൺ മേ പ്രിഫർ സോഫ്റ്റ്വെയർ കളേഴ്സ് ലൈക്ക് പിങ്ക് ഓർ പർപ്പിൾ. മെയിലിന് ബ്ലൂ കളേഴ്സിനോടും അതുപോലെ തന്നെ വുമൺസിന് പിങ്ക് കളേഴ്സ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കിൻഡർ ജോയിൻ്റെ ഒരു പരസ്യം കണ്ടിട്ടില്ലേ? അതിലത് എന്താണ്, ബ്ലൂ ബോയ്സിനും പിങ്ക് കളർ വരുന്നത് ഗേൾസിനും. ആ ഒരു കളർ പാറ്റേൺ ആണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ എന്ത് ബേസ് ചെയ്തിരിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കളേഴ്സും യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ക്രിയേറ്റിവിറ്റി, ഹാപ്പിനെസ്, നേച്ചർ, ഹെൽത്ത്, ബാലൻസ്, ലക്ഷറി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് കളർ സൈക്കോളജിയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് കളർ ഹാർമണിയാണ്. അതിൽ വരുന്നത് അനലോഗ്സ്, മോണോക്രോമിക് ആൻഡ് കോംപ്ലിമെൻ്ററി കളേഴ്സ്. അനലോഗസ് കളേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ്സ് ഓഫ് 3 or more കളേഴ്സ് ദാറ്റ് സിറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതേഴ്സ് ഓൺ എ കളർ വീൽ. കളർ വീലിൽ അടുത്ത് വരുന്ന 3 അതിൽ അധികമോ കളേഴ്സ് അനലോഗസ് കളേഴ്സ് എന്ന് പറയാം. ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട്, അതിൽ അടുത്തടുത്ത് വരുന്ന 3 കളേഴ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെഡ് ഓറഞ്ച്, ഓറഞ്ച്, അല്ലെങ്കിൽ യെല്ലോ ഓറഞ്ച് ആൻഡ് ഓറഞ്ച്. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഗ്രീൻ. ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന ഈ കളേഴ്സിനെ നമുക്ക് അനലോഗസ് കളേഴ്സ് എന്ന് പറയാം. അനലോഗസ് കളേഴ്സ് ആർ ഓൾവേസ് നെയ്ബേഴ്സ് ഓൺ എ കളർ വീൽ. ഡിസൈനിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഡിസൈനേഴ്സ് കൂടുതലായിട്ടും ഈ അനലോഗസ് കളേഴ്സ് യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് എ സെൻസ് ഓഫ് പീസ് ആൻഡ് കാംനെസ്. നെക്സ്റ്റ് വരുന്നത് മോണോക്രോമിക് കളേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്, ടോണ് ആൻഡ് ടിൻറ്റ് ഓഫ് ദ സെയിം കളർ. ഒരു കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ, ടോണ്, ടിൻറ്റ് ഇവയൊക്കെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണോക്രോമിക് കളേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും അതുപോലെ തന്നെ ടിൻറ്റും ടോണും ഈ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്ന കളേഴ്സ്. ഇവിടെ എക്സാമ്പിളായിട്ട് കുറേ ഒരൊറ്റ കളറിൻ്റെ ഷെയ്ഡിലും ടോണിലും ടിൻറ്റിലും വ്യത്യാസമുള്ള കളേഴ്സ് ആയിരിക്കും ഈ ഒരു മോണോക്രോമിക് കളേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു എലഗൻസിനും ഒരു സിംപ്ലിസിറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണോക്രോമിക് കളേഴ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് കോംപ്ലിമെൻ്ററി കളറാണ്. കളർ ഓപ്പോസിറ്റ് ഈച്ച് അതേഴ്സ് ഓൺ ദ കളർ വീൽ. ഫോർ എക്സാമ്പിൾ റെഡ് ആൻഡ് ഗ്രീൻ, ബ്ലൂ ആൻഡ് ഓറഞ്ച്. ദേ ക്രിയേറ്റ് സ്ട്രോങ് കോൺട്രാസ്റ്റ്, മേക്കിംഗ് ഡിസൈൻ വൈബ്രൻറ്റ് ആൻഡ് അറ്റൻഷൻ ഗ്രാബിംഗ്. കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് ഒരു കളറിൻ്റെ ഓപ്പോസിറ്റ്, കളർ വീലിൽ നോക്കുകയാണെങ്കിൽ ഒരു കളറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കളറിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഇൻറ്റൻസ് തോന്നാനും ഈ കോൺട്രാസ്റ്റ് കളർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് 3 കളേഴ്സാണ് പറയുന്നത്. അനലോഗ് കളേഴ്സ് എന്ന് പറയുന്നത് കളർ വീലിൽ അടുത്തടുത്ത് വരുന്ന 3 കളേഴ്സിനെ നമുക്ക് അനലോഗസ് കളേഴ്സ് എന്ന് പറയാം. മോണോക്രോമിക് കളേഴ്സ് എന്ന് പറയുന്ന ഒരു കളേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടിൻറ്റുകളും ഷെയ്ഡുകളും ടോണിനെയാണ് നമ്മൾ മോണോക്രോമിക് കളേഴ്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി കളർ എന്ന് പറയുന്നത് കളർ വീലിൽ ഒരു കളറിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കളേഴ്സിനെ നമുക്ക് കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് പറയാം.